പൗത്രത്തിലെ ഒരു പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദിയുടെ മോൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പം തന്നെ പുറകിൽ വേറൊരു കുട്ടിയും അതിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വരുന്നുണ്ട്. അപ്പം ആയ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. അതെ, നിങ്ങളുടെ ഈ വീട്ടിലെ കുട്ടിയുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ കൈ അടിച്ചൊടിച്ച് എന്താ ഗുണ്ടായുസമാണോ വീട്ടിൽ പഠിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവർ ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട്. അപ്പം ആയ പറയുന്നുണ്ട് അത് കുഞ്ഞു കുട്ടിയല്ലേ, അറിയാതെ പറ്റിയതാ എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴും അറിയാതെ പറ്റുവാണോ? ഇതിന് മുമ്പും ഇവിടെ ഉപദ്രവിച്ചിട്ടുണ്ട്. കളക്ടറിൻ്റെ മോളാണെന്നും പറഞ്ഞ് എന്ത് കാര്യവും കാണിക്കാവുന്നതാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഇങ്ങനെ ആവുകയാണെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഒത്തിരി വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആയ അവരോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ആയ പറയുന്നതും കേട്ട് അവർ പോകുന്നുണ്ട്. അപ്പം അതിനുശേഷം ആയ വന്ന് മോളോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം, ആ കുട്ടി ഉപദ്രവിക്കേണ്ട കാര്യം എന്താ മോൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അത് പറഞ്ഞിട്ടാണ് അതിനെ ഞാൻ അടിച്ചതെന്ന് പറയാണ്. അവൾ എന്ത് പറഞ്ഞെന്നാണ് മോള് പറയുന്നത്? അത് അച്ഛനില്ലാത്ത കുട്ടിയെന്ന് എന്നെ വിളിച്ച്, എനിക്ക് അച്ഛനില്ലെന്ന്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ എല്ലാവരും കൂടെ എന്നെ കളിയാകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണോ? ആൻറ്റി പറ, ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണോ? ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ആൻറ്റി എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണോ? പറ ആൻറ്റി എന്ന് പറയാണ്. ഏയ് അങ്ങനെയൊന്നുമില്ല, അവർ വെറുതെ പറയുക മോളെ കളിയാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ അവളെ അടിച്ചതെന്ന് വേദയുടെ മോള് പറയാണ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ആ കുട്ടി അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആയക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേദ വരുന്നുണ്ട്. വേദ വരുമ്പോഴത്തേക്ക് സ്കൂളിൽ നടന്ന കാര്യവും അവരിവിടെ വന്ന് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തോ ചെയ്യാനാ, ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇവളെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ഏതാ ചോദിക്കുകയാണ്. അപ്പം ആയ പറയാണ് അത് ആ കുട്ടി എങ്ങാണ്ട് മോളെ അച്ഛനില്ലാത്ത കുട്ടീനെ കണ്ട് വിളിച്ചെന്ന്, അത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് സങ്കടം വരുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമല്ല അച്ഛനില്ലാത്ത കുട്ടീനെ ആരെങ്കിലും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അവൾ ഉപദ്രവിച്ചതെന്ന് എന്നോട് പറഞ്ഞ കാര്യം ആയ വേദയെടുത്ത് പറയാണ്. അപ്പോൾ വേദയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ആയ പറയാണ് ഇനി മോളെ വഴക്ക് പറയാനോ അടിക്കാനോ ഒന്നും പോവല്ലേ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല ചേച്ചി, ഞാൻ ഇനി അവളെ ഒന്നും പറയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദ നേരെ മോളെ കാണാൻ ചെല്ലുകയാണ്. മോളെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വേദ ചോദിക്കുന്നുണ്ട് എന്താ ഇന്ന് സ്കൂളിൽ എന്തൊക്കെ പ്രശ്നം? ആൻറ്റി പറഞ്ഞല്ലോ വേറൊരു കുട്ടിയും അമ്മയും അച്ഛനൊക്കെ ഇവിടെ പരാതി പറയാൻ വന്നെന്ന്, എന്താ സ്കൂളിൽ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് പേടിച്ച് വരച്ചിരിക്കുക. എന്താന്ന് പറ, ഞാനും കൂടെ അറിയട്ടെ എന്ന് വേദ പറയാണ്. അത് എന്നെ എല്ലാവരും അച്ഛനില്ലാത്ത കുട്ടിയെന്ന് വിളിക്കുന്നത്, അതെന്താ അമ്മേ എന്നെ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ ഒന്നും മിണ്ടുന്നില്ല. അവരെല്ലാവരും എന്നെ കൂട്ടം ചേർന്ന് കളിയാക്കിയാണ് അച്ഛനില്ലാത്ത കുട്ടിയെന്ന്. എനിക്ക് ആ സ്കൂളിൽ പഠിക്കണ്ട, എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി, എന്താ എനിക്ക് അച്ഛനില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ് ആര് പറഞ്ഞു മോൾക്ക് അച്ഛനില്ലെന്ന്? മോൾക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, അമ്മയില്ലേ മോടെ കൂടെ എന്ന് പറയുകയാണ്. അന്നേരം ആ കുട്ടി പറയാണ് അത് എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ട്, എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വേദ പിന്നെയും പറയാണ് അതാ പറഞ്ഞ മോൾക്ക് അമ്മയും അച്ഛനും എല്ലാം ആയിട്ട് ഈ അമ്മയില്ലയോ എന്ന് ചോദിക്കുകയാണ് വേദ. അത് കേൾക്കുമ്പോഴത്തേക്ക് മോൾക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അങ്ങനെ വേദ എടുത്തിട്ട് പറയാണ് മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, മോൾക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് എല്ലാവരും ഉണ്ട്, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, മോളാണെങ്കിൽ അടിക്കാനും ഉപദ്രവിക്കാനും ഒന്നും പോവല്ലേ, ആരെയും ഉപദ്രവിക്കുകയൊന്നും ചെയ്യല്ലെന്നൊക്കെ പറഞ്ഞ് വേദയാണെങ്കിൽ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആയ അവിടെ ദൂരം മാറി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവർക്ക് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇവിടെ വിക്രമാണെങ്കിൽ വേദയെ അന്വേഷിച്ച് ആകപ്പാടെ വിഷമിച്ച് വേദയുടെ വീട്ടിലും ചെന്ന് പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് വീട്ടിലേക്ക് വന്നേക്കുകയാണ്. എന്നിട്ട് വേദ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം വേദയെ കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത മാത്രമേ വിക്രത്തിനുള്ളൂ. അപ്പം വിക്രമാണെങ്കിൽ കമലാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്തായാലും വേദയെ കണ്ടുപിടിക്കാമേ, അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയണം. ആ ശ്രീകാന്ത് വേദയെ വല്ലതും ചെയ്തോന്നറിയത്തില്ല, അവളാണെങ്കിൽ ഇത്രയും വർഷം എവിടെ ആയിരിക്കും, എനിക്കൊന്നും അറിഞ്ഞൂടാ, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണം എന്നൊന്നും അറിയത്തില്ല എന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട, നിനക്കെന്തായാലും വേദയെ കണ്ടുപിടിക്കാൻ പറ്റും, ഞങ്ങളും കുറേ അന്വേഷിച്ചല്ലേ, പക്ഷേ ഞങ്ങൾ അന്വേഷിക്കുന്ന പോലെയല്ല നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ് അതെ കണ്ടുപിടിക്കണം, ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നവളാണ്, അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നിയ നിമിഷത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞത്. ഇനിയും അവളെ വേർപിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയത്തില്ല, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം എന്ന് പറയണത്. അപ്പം കമലാമ്മ പറയാണ് എനിക്കും ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനാണ് മോനെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് കമലമ്മ. അങ്ങനെ രാത്രിയിലായപ്പോൾ വിക്രം ഇങ്ങനെ വേദയെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. ആ മലഞ്ചുവട്ടിയിൽ അവർ രണ്ടുപേരും പ്രണയിച്ച് നടന്നതും അവരുടെ നല്ല നിമിഷങ്ങളും അവരുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. അപ്പം വിക്രം വിചാരിക്കുകയാണ് അവിടെ ചെന്ന് ഗീവർഗീസ് ഏട്ടനെയും മേരി ചേച്ചിയും കണ്ട് വേദിക്ക് അന്ന് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിക്കാം, അവർക്കറിയാമായിരിക്കുമല്ലോ, മേരി ചേച്ചി അന്ന് കൂടെ ഉണ്ടായിരുന്നല്ലോ, മേരി ചേച്ചി അടുത്ത് ചോദിക്കാം എന്ന് വിക്രം വിചാരിക്കുകയാണ്. അപ്പം
അതുമാത്രമല്ല മൈക്കിൾ അച്ഛനെ ഒന്ന് കാണാം, മൈക്കിൾ അച്ഛൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിക്കാം. മൈക്കിൾ അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെന്നല്ലേ ഗീവർഗീസേട്ടൻ പറഞ്ഞത്. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടുന്ന് തന്നെ വേദിയെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങാമെന്ന് വിക്രം വിചാരിക്കുകയാണ്. നാളെ തന്നെ പോകാം എന്ന് വിചാരിക്കുകയാണ് വിക്രം. അങ്ങനെ രാവിലെ തന്നെ ആയപ്പോഴത്തേക്ക് കമലമ്മ എടുത്ത് വിക്രം കാര്യം പറയുന്നുണ്ട്. അമ്മേ, ഞാനാണെങ്കിൽ ഇടുക്കിയിലേക്ക് പോവുകയാണ്. അന്ന് ഞങ്ങൾ താമസിച്ച ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ചല്ലേ വേദയെ കാണാതായത്. അവിടെ നിന്ന് തന്നെ അന്വേഷണം തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുകയാണെന്ന് വിക്രം പറയാണ്. അപ്പം കമലമ്മ പറയാണ്, മോൻ പോയി വേദയെക്കുറിച്ച് അന്വേഷിക്കുക, എന്നിട്ട് വേദയെ കണ്ടുപിടിച്ച് അവളുമായിട്ട് തിരിച്ചു വാ. എന്തായാലും അവളെ കാണാതിരിക്കത്തില്ല, നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് തിരിച്ചു വരണം എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, എന്തായാലും അവിടെ ചെന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ച് നോക്കട്ടെ. എന്തായാലും വേദയെ അവസാനമായി കണ്ടത് അവരല്ലേ, അപ്പം അവർക്കറിയായിരിക്കും വേദയ്ക്ക് എന്ത് സംഭവിച്ചെന്ന്, വേദ എവിടെ വെച്ചാൽ കാണാതായത്, എന്ത് സംഭവിച്ചെന്നൊക്കെ അവർക്കറിയായിരിക്കും. അമ്മേ, ഞാൻ എന്തായാലും അവിടെ പോയി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ കമലമ്മയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇടുക്കിയിലേക്ക് പോവുകയാണ്. വേദയാണെങ്കിൽ ഇവിടെ ഓരോരോ പ്രശ്നത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സത്യസന്ധമായ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. അങ്ങനെ പല രാഷ്ട്രീയക്കാരുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ഒരു ബിസിനസ്സുകാരനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. ആ ബിസിനസ്സുകാരൻ്റെ പ്രഷർ കൊണ്ട് തന്നെ വേദയ്ക്ക് അവിടുന്ന് ട്രാൻസ്ഫർ വരികയാണ് നേരെ നാട്ടിലേക്ക്. ആ ട്രാൻസ്ഫർ ഓർഡർ വേദയുടെ കൈ കിട്ടുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ ആദ്യം അത് ഇത്ര വായിച്ചു നോക്കുന്നില്ല. അപ്പം കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ പറയുന്നുണ്ട്, മാഡത്തിന് ട്രാൻസ്ഫർ ആയല്ലോ. അപ്പം വേദ അത് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ട്രാൻസ്ഫറൊക്കെ ഈ ജോലിയിൽ സ്വാഭാവികമായിട്ടുള്ളതല്ലേ എന്ന് പറയാണ്. എന്തായാലും മാഡത്തിൻ്റെ നാട്ടിലേക്ക് തന്നെയാണല്ലോ ട്രാൻസ്ഫർ, അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ്. അപ്പോഴാണ് വേദ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ആണെന്നുള്ള കാര്യം വായിച്ചു നോക്കുന്നത്. അപ്പം സ്ഥലം കാണുമ്പോഴത്തേക്ക് വേദയ്ക്ക് ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. കാരണം വേദ ഇത്രയും നാൾ ഭയന്ന് മാറി നിന്ന സ്ഥലം ഇനി ആ നാട്ടിലേക്കൊരു തിരിച്ചു പോക്കില്ലെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച ആ നാട്ടിലേക്ക് തന്നെയാണ് വേദയ്ക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വരുന്നത്. അത് ഓർക്കുമ്പോൾ തന്നെ വേദയ്ക്ക് ആകപ്പാടെ ഭയമാവുന്നുണ്ട്. വേദയുടെ മകളെ ഓർത്താണ് എപ്പോഴും ഭയം ഉണ്ടാവുന്നത്. ആ നാട്ടിലേക്ക് തിരിച്ച് ചെല്ലണ്ട എന്ന് വിചാരിച്ചതിനാണ് ആ നാട്ടിൽ നിന്ന് പോകുന്ന കാര്യം വേദ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പം അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാഫുകൾ ചോദിക്കുന്നുണ്ട്, എന്താ മാഡം, എന്താ വല്ല പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല. അപ്പം വേദയ്ക്കാണെങ്കിൽ അത് വായിച്ചിട്ട് അവിടെ ഇരിക്കാൻ തോന്നില്ല. വേദയാണെങ്കിൽ അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പം തന്നെ ആയ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്താ ഇന്ന് നേരത്തെ പോരുന്നതെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല ചേച്ചി. അപ്പോഴാണ് വേദയുടെ മോള് സ്കൂളിൽ കഴിഞ്ഞ് വരുന്നത്. അമ്മേ, എനിക്ക് ഈ സ്കൂൾ ഇഷ്ടമല്ല, എനിക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേരണം, ഈ സ്കൂൾ എനിക്ക് ഇഷ്ടമല്ല. അപ്പം വേദ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എനിക്ക് ഈ സ്കൂൾ ഇഷ്ടമല്ല അമ്മേ, എല്ലാവരും എന്നെ കളിയാക്കുന്നു, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ പഠിക്കണ്ട, എനിക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, മോള് വിഷമിക്കേണ്ട, ഈ ഉടനെ തന്നെ നമുക്ക് വേറെ സ്കൂളിലേക്ക് മാറാം. ആണോ, അമ്മ പറഞ്ഞത് ശരിയാണോ എന്ന് മോള് ചോദിക്കുകയാണ്. അതെ, നമുക്ക് വേറെ സ്കൂളിലേക്ക് പോവാം, നീ എപ്പോഴും ആഗ്രഹിക്കാറില്ലേ അമ്മയുടെ നാട്ടിലേക്ക് പോകണമെന്ന്, അങ്ങോട്ട് തന്നെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് മോൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആയ ചോദിക്കുന്നുണ്ട്, എന്താ മാഡം പറയുന്നത്, വേദ എന്താ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ നാട്ടിലേക്ക് പോകാനോ, ആ നാട്ടിലേക്ക് ഇനി ഒരിക്കലും പോകണ്ട എന്ന് വിചാരിച്ച് ആ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ് ആയ. അതേ ചേച്ചി, അങ്ങോട്ട് പോയേ പറ്റൂ, എനിക്ക് ട്രാൻസ്ഫർ വന്നേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു ബിസിനസ്സുകാരനായിട്ട് വലിയ പ്രശ്നത്തിലായിരുന്നു, അയാൾ എനിക്ക് തന്ന പണിയാണ്. നേരെ നാട്ടിലേക്ക് അങ്ങോട്ട് തന്നെ എനിക്ക് ട്രാൻസ്ഫർ അടിച്ചിട്ടുണ്ട്, പോവാതിരിക്കാൻ പറ്റത്തില്ല, പോയേ പറ്റൂ. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ പോകേണ്ട വന്നല്ലോ എന്ന് വേദ പറയുകയാണ്.